തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം കേസിൽ കുഞ്ഞിന്റെ രണ്ടാനച്ഛനായ അഷ്കറിനെ 1-ാം പ്രതിയായും അമ്മ അഖിലയെ 2-ാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇരുവരും തമ്മിലുള്ള സ്വൈര ജീവിതത്തിന് തടസ്സമായതിനാലാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്ന് അഷ്കർ മൊഴി നൽകി. മർദ്ദനം തുടർന്നിട്ടും അമ്മ അഖില വിവരം മറച്ചുവെച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണം. ഭക്ഷണം കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ ചോറ് കുടുങ്ങിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ ശ്രദ്ധിച്ച ആശുപത്രി അധികൃതരുടെ സംശയമാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. തുടർന്ന് അമ്മ അഖിലയെ കൂടുതൽ ചോദ്യം ചെയ്തതോടെ 1.5 വയസ്സുകാരൻ നേരിട്ടത് സമാനതകളില്ലാതെ പീഡനമാണെന്ന് കണ്ടെത്തി. അഖിലയുടെ ജീവിത പങ്കാളി അഷ്കറിന് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനോട് തോന്നിയത് അടങ്ങാത്ത പക. വീട്ടിൽ ഓടി നടക്കേണ്ട കുഞ്ഞിക്കാലുകളിൽ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിച്ചും ജനനേന്ദ്രിയത്തിൽ മുറിവുകൾ വരുത്തിയും ദേഷ്യം തീർത്തു. എല്ലാത്തിനും മൂകസാക്ഷിയായി അമ്മ അഖിലയും. സംഭവം നടന്ന് 83-ാം ദിവസമാണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ കുഞ്ഞിന്റെ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിൽ വിശദമാക്കുന്നു. 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ പോലീസ് സമർപ്പിച്ചത് 210 പേജുള്ള കുറ്റപത്രം. കൊലപാതകം, ക്രൂരമർദ്ദനം, തെളിവ് നശിപ്പിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, SC/ST ആക്ട് എന്നിവയിലെ വകുപ്പുകളാണ് ഇവർക്കുമെതിരെ ചുമത്തിയത്. കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്ന പരിക്കുകളാണ് കേസിൽ നിർണായകമായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയിലും നെഞ്ചിലും ഗുരുതര പരിക്കുകൾ കണ്ടെത്തി. നെഞ്ചിലേറ്റ ചവിട്ടിനെ തുടർന്ന് 7 വാരിയലുകൾ ഒടിഞ്ഞതായും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റതായും പറയുന്നു. കുഞ്ഞിന്റെ കൈകൾ ഒടിഞ്ഞിരുന്ന വിവരം പുറത്തുവന്നതും അന്വേഷണത്തിൽ നിർണായകമായി. മർദ്ദനത്തിന്റെ പാടുകൾ മറച്ചുവെച്ച് കൈക്ക് നീര് വന്നതാണെന്ന തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകാൻ പ്രതികൾ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഒരു പിഞ്ചു ജീവന്റെ ശരീരത്തിലെ മുറിവുകളും ഒടിഞ്ഞ എല്ലുകളും അവശേഷിപ്പിച്ച തെളിവുകൾ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ അമ്മയുടെയും രണ്ടാനച്ഛന്റെയും ശിക്ഷാ നടപടികൾക്ക് വഴിതെളിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.